നമസ്കാരം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി രസതന്ത്രത്തിലെ 5ാമത്തെ യൂണിറ്റായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാറ്ററിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും എന്തുകൊണ്ടാണ് മാറ്റർ ഡിഫറൻറ്റ് സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണങ്ങളെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്ററിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് സ്റ്റേറ്റായിട്ടുള്ള ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റിയാണ്. നമുക്ക് ആദ്യം ഗ്യാസസിൻ്റെ ചില കോമൺ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസിനെ പറ്റി ഒന്ന് നോക്കാം. നമുക്കറിയാം ഗ്യാസിൻ്റെ കേസിൽ ഗ്യാസസ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം, ഓർ ദേ അസ്യൂം ദ ഷേപ്പ് ആൻഡ് വോളിയം ഓഫ് ദി വെസൽ ഓർ കണ്ടെയ്നർ. അതേപോലെ in gases the particles are very far apart, so the intermolecular distance is large and intermolecular force of attraction is negligible or very small. Gases are highly compressible. അതേപോലെ ഗ്യാസ് എക്സേർട്സ് പ്രഷർ ഇൻ ഓൾ ഡിറക്ഷൻസ് യൂണിഫോംലി. ഒരു ഗ്യാസ് എല്ലാ ഡിറക്ഷനിലും ഈക്വലായിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഗ്യാസസ് ഹാവ് മച്ച് ലോവർ ഡെൻസിറ്റി ദാൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അത് സോളിഡ് ലിക്വിഡ് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അതേപോലെ ഗ്യാസിന് ഡിഫ്യൂസബിലിറ്റി കൂടുതലാണ്. ദറ്റ് ഈസ് ഗ്യാസ് മിക്സ് ഈവൻലി ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ഓൾ പ്രൊപ്പോർഷൻ. ഇതൊക്കെയാണ് ഗ്യാസിൻ്റെ ചില പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത് ഗ്യാസിൻ്റെ മെഷറബിൾ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഒരു ഗ്യാസിന് നമുക്ക് മെഷർ ചെയ്യാവുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ മാസ് ഓർ നമ്പർ ഓഫ് മോൾസ്, സെക്കൻഡ് വൺ വോളിയം, തേർഡ് വൺ ടെമ്പറേച്ചർ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പ്രഷർ. നമുക്ക് ആദ്യമായിട്ട് ഒരു ഗ്യാസിൻ്റെ മാസിനെ പറ്റി നോക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വെസലിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് തരികയാണെന്ന് വെച്ചു. നിങ്ങൾക്ക് അതിൻ്റെ മാസ് കാണണം. ഈ ഗ്യാസിൻ്റെ മാസ് നമുക്ക് എങ്ങനെ കാണാം? ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വെസലിൻ്റെയും ഗ്യാസിൻ്റെ കൂടെ ചേർന്ന മാസ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ഈ ഗ്യാസിനെ മറ്റൊരു വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെസലിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ദാറ്റ് ഈസ് എം ടി വെസലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ എം ടി വെസലിൻ്റെ മാസ് കാണാം. ഈ 2 മാസിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ഗ്യാസ് കിട്ടും. ഓക്കെ, അങ്ങനെ ഗ്യാസിൻ്റെ മാസ് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോമിൽ എഴുതാം. N is equal to W/m, where W is the given mass in gram and m is the molar mass. Another measurable property of gas is volume, denoted by the letter V. Volume means it is the space occupied by a body. ഒരു ബോഡിക്ക് ഇരിക്കാൻ ആവശ്യമായ സ്ഥലമാണ് അതിൻ്റെ വോളിയം. ഈ വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബാണ്. എന്നാൽ സ്മോളർ യൂണിറ്റ് ആയിട്ട് നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ലിക്വിഡ്സിൻ്റെയും ഗ്യാസിൻ്റെയും വോളിയം മെഷർ ചെയ്യുന്നതിനായിട്ട് ലിറ്റർ, മില്ലി ലിറ്റർ ഈ ടേംസും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇത് തമ്മിലുള്ള റിലേഷൻ കൂടി അറിഞ്ഞിരിക്കണം. അതായത് ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 10⁶ സെൻറ്റിമീറ്റർ ക്യൂബാണ്. Similarly, 1 meter cube is equal to 10�3 liter, that is 1000 liter. 1 liter is equal to 1000 centimeter cube. ഇവിടെ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം. 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 മില്ലി ലിറ്റർ കൂടിയാണ്. അതേപോലെ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1 ഡെസിമീറ്റർ ക്യൂബാണ്. ഇവിടെ നമ്മൾ മറ്റൊന്നുകൂടി പറയുന്നു, വോളിയം ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. വോളിയം V is equal to W/d. നെക്സ്റ്റ് ഒരു മെഷറബിൾ പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിക്കകത്തുള്ള ചൂടിൻ്റെയോ തണുപ്പിൻ്റെയോ നിലയാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ, ഡിനോട്ടഡ് ബൈ ലെറ്റർ ക്യാപിറ്റൽ K. അതർ യൂണിറ്റ്സ് ആണ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നിവ. നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പറേച്ചറിൻ്റെ എല്ലാ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറിനെ എങ്ങനെ കെൽവിൻ സ്കെയിലാക്കി മാറ്റാം
അതുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. ദറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഡിനോട്ടഡ് ബൈ സ്മോൾ t പ്ലസ് 273.15. ദറ്റ് ഈസ് ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു T പ്ലസ് 273.15. ഈ 273.15നെ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 273 എടുക്കാം. Therefore, capital T is equal to small t plus 273. ഗ്യാസിൻ്റെ മറ്റൊരു മെഷറബിൾ പ്രോപ്പർട്ടിയാണ് പ്രഷർ. നമുക്കറിയാം പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ ഈസ് ഡിനോട്ടഡ് ബൈ P, ദറ്റ് ഈസ് P is equal to F by A. And what is the SI unit of pressure? Newton per meter square, because the SI unit of force is Newton and that of area is meter square. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്നും എഴുതാം. ഇതിൻ്റെ മറ്റൊരു പേരാണ് പാസ്കൽ. സാധാരണ കേസിൽ ഒരു ഗ്യാസിൻ്റെ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് മാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. കൂട്ടുകാർക്കെല്ലാം മാനോമീറ്റർ പരിചയം കാണും. സാധാരണ കേസിൽ നമ്മൾ ഓട്ടോമൊബൈൽസിൻ്റെ ടയർ പ്രഷർ മെഷർ ചെയ്യുന്നത് ഈ മാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നത്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഗ്യാസസ് ഉണ്ട്. എസ്പെഷ്യലി നൈട്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, അങ്ങനെ പല ടൈപ്പ് ഗ്യാസ് ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസ് എർത്തിൻ്റെ സർഫസിൽ യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ പേരാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ ATM അല്ലെങ്കിൽ ബാർ അല്ലെങ്കിൽ ടോർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി, ഈ ടേംസിലാണ്. ഇത് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻ കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ദറ്റ് ഈസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് മെർക്കുറിയെ 760 മില്ലിമീറ്റർ ഹൈറ്റ് വരെ സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ATM എന്ന് പറയുമ്പോൾ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. 1 ATM is equal to 760 millimeter mercury, which is equal to 76 centimeter mercury. അതുപോലെ 1 ATM is equal to 1.013 ബാർ ആണ്. 1 ATM is equal to 1.013 into 10 raised to 5 പാസ്കൽ ആണ്. Similarly, 1 bar is equal to 10 raised to 5 പാസ്കൽ. 1 torr is equal to 1 millimeter of mercury. നാം സാധാരണയായിട്ട് അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്ററാണ്. ഈ ബാരോമീറ്റർ തന്നെ നിങ്ങൾക്ക് ഫിഗറിൽ 2 ടൈപ്പ് കാണാം. ദറ്റ് ഈസ് മെർക്കുറി ബാരോമീറ്റർ ആൻഡ് അനറോയിഡ് ബാരോമീറ്റർ. ഇപ്പോൾ നമ്മൾ ഒരു ഗ്യാസിൻ്റെ മെഷറബിൾ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ദറ്റ് ഈസ് മാസ്, വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ. നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയാണ്. ഈ റിലേഷൻസിനെ അറിയപ്പെടുന്ന പേര് ഗ്യാസ് ലോസ് എന്നാണ്. വാട്ട് ആർ ഗ്യാസ് ലോസ് എന്ന് ചോദിച്ചാൽ the relationship between the measurable properties of a gas like mass, pressure, volume and temperature. ഈ റിലേഷൻഷിപ്പിനകത്ത് എല്ലായ്പ്പോഴും ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഗ്യാസ് ലോസ് 4 ഉണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ആൻഡ് ഗേ-ലൂസാക്സ് ലോ. നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ബോയിൽസ് ലോയെ പറ്റിയാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1662 ഈ ലോ പ്രപ്പോസ് ചെയ്തത്. ഇവിടെ പ്രഷറിനെ വോളിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. മറ്റ് 2 പാരാമീറ്റേഴ്സ് ദറ്റ് ഈസ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പിക്ചറിലേക്ക് നോക്കൂ. ഇവിടെ നമുക്ക് ഒരു മൂവബിൾ പിസ്റ്റണോട് കൂടിയ വെസലിനെ കാണാം. അതിൽ ഒരു ഫിക്സഡ് മാസ് ഗ്യാസ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ദറ്റ് ഈസ് അബൌട്ട് 50 ml ഗ്യാസ് ഈസ് ടേക്കൺ at 1 atmospheric pressure and temperature of 300 Kelvin. ഈ ഗ്യാസിനകത്തേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. എന്ത് സംഭവിക്കും? പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ പ്രഷറിൻ്റെ വാല്യൂ 2 ATM ആയിട്ട് മാറി. അപ്പോൾ വോളിയത്തിൻ്റെ വാല്യൂ നേരത്തെ എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ പകുതിയായിട്ട് മാറി. ദാറ്റ് ഈസ് 50 ml എന്നുള്ളത് 25 ml ആയിട്ട് മാറി. അതായത് പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇതാണ് ബോയിൽസ് ലോ. ഓക്കെ, നമുക്ക് ബോയിൽസ് ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്താലോ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ഇതാണ് ബോയിൽസ് ലോ. നമുക്ക് എൻ്റെ മാത്തമെറ്റിക്കൽ ഫോമിൽ ഇങ്ങനെ എഴുതാം: P പ്രൊപ്പോർഷണൽ ടു 1/V അറ്റ് കോൺസ്റ്റൻറ്റ് T ആൻഡ് N.
or P is equal to K into 1 by V, or PV is equal to K, a constant. ഇവിടെ K എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. The value of K depends on number of moles, temperature and the unit in which pressure and volume are expressed. നമുക്ക് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു ഫിക്സഡ് മാസ് ഗ്യാസ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ P1 പ്രഷറിലെ വോളിയം V1 ഇരിക്കട്ടെ. പ്രഷർ P2 ആയപ്പോൾ വോളിയം V2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ബോയിൽസ് ലോ ഇങ്ങനെ എഴുതാം: P1 V1 ഈസ് ഈക്വൽ ടു K, എ കോൺസ്റ്റൻറ്റ് ഫോർ ഇനീഷ്യൽ കേസ്, ആൻഡ് ഫോർ ഫൈനൽ കേസ് P2 V2 ഈസ് ഈക്വൽ ടു K, എ കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. അല്ലെങ്കിൽ P1 ബൈ P2 ഈസ് ഈക്വൽ ടു V2 ബൈ V1 എന്ന് എഴുതാം. ഇതും ബോയിൽസ് ലോയുടെ ഒരു മാത്തമാറ്റിക്കൽ ഫോമാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബോയിൽസ് ലോ. നമുക്ക് സ്ക്രീനിൽ ഒരു ഗ്രാഫ് കാണാം. ദറ്റ് ഈസ് പ്രഷർ ഈസ് പ്ലോട്ടഡ് എഗെയിൻസ്റ്റ് വോളിയം. ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രഷറിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. അതേപോലെ രണ്ടാമത്തെ ഒരു ഗ്രാഫ് കാണാം. ഇവിടെ നമ്മൾ ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള PV ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 200 കെൽവിൻ, 400 കെൽവിൻ, 600 കെൽവിൻ. ഈ ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലെ PV ഗ്രാഫാണ് അവിടെ വരച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പ്രഷറിനും വോളിയത്തിനും ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് ഗ്രാഫും പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഗ്രാഫിനെ അറിയപ്പെടുന്ന പേര് ഐസോതേംസ് എന്നാണ്. ഇതേപോലെ മറ്റൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി കാണാം. അതായത് പ്രഷറിനെ 1 വോളിയമായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. പ്രഷർ 1 വോളിയത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, ഓർ പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റെസിപ്രോക്കൽ ഓഫ് വോളിയം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രഷറിനെ വോളിയത്തിൻ്റെ റെസിപ്രോക്കലുമായിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എല്ലാം തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇവിടെയും ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലെ ഗ്രാഫ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി മറ്റൊന്നുകൂടി നോക്കാം. നമ്മൾ നേരത്തെ ബോയിൽസ് ലോയ്ക്കകത്ത് പറയുകയുണ്ടായി PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ PVയെ പ്രഷറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഏത് പ്രഷറിലും PVയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പാരലൽ ടു എക്സ് ആക്സിസ് ഓർ പ്രഷർ ആക്സിസ്. അപ്പോൾ നമ്മൾ ഈ 4 ഗ്രാഫ് വരച്ചു. ഈ 4 ഗ്രാഫും ഐസോതേംസ് ആണ്, ബിക്കോസ് ദേ ആർ പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഐസോതേംസ് ആർ റിലേറ്റഡ് ടു ബോയിൽസ് ലോ. അത് നമുക്ക് ബോയിൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കൊള്ളുക. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. It will burst if pressure exceeds 0.2 bar. If at 1 bar pressure the gas occupies 2.27 liter volume, up to what volume can the balloon be expanded? ഇവിടെ ഒരു ബലൂണിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് 0.2 ബാറിനേക്കാൾ പ്രഷർ എക്സീഡ് ചെയ്യുമ്പോൾ ബലൂൺ പൊട്ടിപ്പോകും. 1 ബാർ പ്രഷറിൽ ആ ഗ്യാസിൻ്റെ വോളിയം തന്നേക്കുന്നത് 2.27 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വോളിയം വരെ ഈ ബലൂണിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം? 1 ബാർ പ്രഷറിലെ വോളിയം എന്ന് പറയുമ്പോൾ 2.27 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 0.2 ബാർ അത്രയും വരെയാണ് നമുക്ക് ആ ബലൂണിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രഷർ. ആ 0.2 ബാർ പ്രഷറിൽ എത്രയായിരിക്കും വോളിയം? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇനീഷ്യൽ പ്രഷർ P1 തന്നിരിക്കുന്നത് 1 ബാർ എന്നാണ്. ആ സമയത്തെ വോളിയം V1 2.27 ലിറ്റർ ആണ്. ഫൈനൽ പ്രഷർ P2 0.2 ബാർ ആണ്. ഓക്കെ, ആ പ്രഷറിലെ വോളിയം V2 അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ബോയിൽസ് ലോ അപ്ലൈ ചെയ്യാം. P1 V1 is equal to P2 V2. ഇവിടെ നമുക്ക് ഫൈനൽ വോളിയമായ V2 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് V2 is equal to P1 V1 ഡിവൈഡഡ് ബൈ P2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 11.35 ലിറ്റർ എന്നാണ്. അതായത് ഇവിടെ നമുക്ക് ഈ ബലൂണിനെ 11.35 ലിറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യിക്കാം. അല്ലെങ്കിൽ ആഫ്റ്റർ 11.35 ലിറ്റർ വോളിയം ദ ബലൂൺ വിൽ ബേസ്റ്റ്. ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കുറയുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സ്ക്രീനിൽ 2 പിക്ചർ കാണാം. അതായത് സെയിം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിനെ ഹൈ പ്രഷറിലും ലോ പ്രഷറിലും
ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഒരേ എമൗണ്ട് ഗ്യാസ് കംപ്രസ് ചെയ്യുമ്പോൾ ആ ഗ്യാസിനിരിക്കാനുള്ള സ്പേസ് കുറഞ്ഞു, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ക്ലോസറായി അടുത്തേക്ക് വന്നു. അപ്പോൾ എന്ത് പറ്റും? ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുമായിരിക്കും? ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മാസ് പെർ യൂണിറ്റ് വോളിയമാണ്. എന്നാൽ ഇവിടെ യൂണിറ്റ് വോളിയത്തിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ഗ്യാസ് കൂടുതൽ ഡെൻസറായിട്ട് മാറും. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റാണ് ഗേഷ്യസ് സ്റ്റേറ്റ്. എന്നാൽ ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ നോർമൽ ഡെൻസിറ്റി എത്രയാണോ അതിനേക്കാൾ ഡെൻസിറ്റി കൂടും. നമ്മൾ അടുത്ത് നോക്കുന്നത് ബോയിൽസ് ലോയിൽ നിന്നും ഡെൻസിറ്റി പ്രഷർ റിലേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം P = K × 1/V എന്നാണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. നമുക്കറിയാം വോളിയം ഡെൻസിറ്റി റിലേഷൻഷിപ്പ്. വോളിയം V = മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി, ദറ്റ് ഈസ് W/D. നമ്മൾ ഇക്വേഷൻ നമ്പർ 1-ൽ വിക്ക് പകരം ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് P = K × D/W. ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ കേസിൽ W കോൺസ്റ്റൻ്റ് ആയിരിക്കും, K കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, P = a കോൺസ്റ്റൻറ്റ് K' × D എന്ന് എഴുതാം. ഓർ P ഈസ് പ്രൊപ്പോർഷണൽ ടു D. ദറ്റ് ഈസ് പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി, or density of a gas is directly proportional to pressure. That is, when pressure increases, density also increases, or the gas becomes more dense. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ചാൾസ് ലോയെ പറ്റിയാണ്. ദറ്റ് ഈസ് ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ്. ഇത് ജാക്വസ് ചാൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പ്രൊപ്പോസ് ചെയ്തത്. ആദ്യമായിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത ബലൂണുകൾ ലോഞ്ച് ചെയ്തത് ജാക്വസ് ചാൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും റോബർട്ട് ബ്രദേഴ്സും ചേർന്നായിരുന്നു. എന്നാൽ അവർ ഈ ബലൂണിൽ ഹോട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തു. എന്നാൽ ഈ ബലൂൺ തണുക്കുമ്പോൾ ബലൂണിൻ്റെ വോളിയം കുറയുന്നതായിട്ട് അവർ മനസ്സിലാക്കി. അതിൽ നിന്നാണ് ഈ ഒരു ലോയിലേക്ക് എത്തിച്ചേർന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പബ്ലിഷ് ചെയ്തിരുന്നില്ല. അതിനുശേഷം 1802-ൽ ഗേലൂസാക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പ്, വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം അത് ചാൾസ് ലോ എന്ന പേരിലാണ് പബ്ലിഷ് ചെയ്തത്. ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ കേസിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടുമെന്നും ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുമെന്നും ചാൾസും അതേപോലെ ഗേലൂസാക്കും പ്രൊപ്പോസ് ചെയ്തിരുന്നു. ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസ് ഉയരുമ്പോഴും അതിൻ്റെ വോളിയം 0 ഡിഗ്രി സെൽഷ്യസിൽ എത്ര വോളിയം ഉണ്ടോ അതിൻ്റെ 1/273.15 പാർട്ട് വീതം ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലെ വോളിയം V0 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ വോളിയം V0 × 1/273.15 കൂടി ഒറിജിനൽ വോളിയത്തിനോടൊപ്പം കൂട്ടും. ഇവിടെ ന്യൂ വോളിയത്തിന് V1 എന്ന് കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് V1 = V0 + 1/273.15 × V0. ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് കൂടുകയാണെങ്കിലോ വി ക്യാൻ റൈറ്റ് V2 = V0 + 2/273.15 × V0. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയരുന്നതെങ്കിൽ നമുക്ക് ന്യൂ വോളിയത്തിന് VT എന്ന് കൊടുക്കാം. ദറ്റ് ഈസ് VT = V0 + T/273.15 × V0 എന്നെഴുതാം. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ എഴുതാം. ദറ്റ് ഈസ് VT = V0 × 1 + T/273.15 or VT = V0 × 273.15 + T/273.15 എന്നെഴുതാം. എന്നാൽ ഈ ഘട്ടത്തിൽ നമ്മളൊരു പുതിയ ടെമ്പറേച്ചർ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ സ്കെയിലിൽ 273.15 എന്ന് പറയുന്നത് നമ്മുടെ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റാണ്. ദറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. 273.15-നെ അതുകൊണ്ട് T0 എന്ന് ഡിനോട്ട് ചെയ്യാം. അതേപോലെ 273.15 + TA TT എന്നും ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. ദറ്റ് ഈസ് VT / V0 = TT / T0. ഇത് നമ്മൾ ജനറൽ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ
അതായത് വി ടി ബൈ വി സീറോയ്ക്ക് പകരം വി ടു ബൈ വി വൺ എന്നും ടി ടി ഡിവൈഡ് ബൈ ടി സീറോയ്ക്ക് പകരം ടി ടു ബൈ ടി വൺ എന്നും കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം വി ടു ബൈ വി വൺ ഇസ് ഈക്വൽ ടു ടി ടു ബൈ ടി വൺ ഓർ വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു ഓർ വി ക്യാൻ റൈറ്റ് വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഓർ വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി ഓർ വി പ്രൊപ്പോർഷണൽ ടു ടി. അതായത് ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ കേസിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ഇതിനറിയപ്പെടുന്ന പേരാണ് ചാൾസ് ലോ. ചാൾസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോം ഇതുപോലെ എഴുതാം, വി പ്രൊപ്പോർഷണൽ ടു ടി. ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ കേസിൽ മാസ് കോൺസ്റ്റൻ്റ് ആണ്. മാസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആവും. അതുകൊണ്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേംസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസും പ്രഷറുമാണ്. ഓർ വി ക്യാൻ റൈറ്റ് വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ടി ഓർ വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പി പ്രഷറിലിരിക്കുന്ന ഒരു ഫിക്സഡ് മാസ് ഗ്യാസ് എടുക്കാം. ഇതിൻ്റെ കേസിൽ ടി വൺ ടെമ്പറേച്ചറിലെ വോളിയം വി വണ്ണും ടി ടു ടെമ്പറേച്ചറിലെ വോളിയം വി ടുവുമാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഇതുപോലെ എഴുതാം, വി ടു ബൈ വി വൺ ഈസ് ഈക്വൽ ടു ടി ടു ബൈ ടി വൺ. ദിസ് ഈസ് അനദർ മാത്തമെറ്റിക്കൽ ഫോം ഓഫ് ചാൾസ് ലോ. നമുക്ക് അടുത്തതായിട്ട് ചാൾസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി നോക്കാം. ഇവിടെ നമ്മൾ വോളിയത്തിനെ ടെമ്പറേച്ചറുമായിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. അപ്പോൾ ഏത് ടൈപ്പ് ഗ്രാഫ് കിട്ടും? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. കാരണം ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതിന് പ്രൊപ്പോർഷണലായിട്ട് വോളിയവും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഗ്രാഫിന് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. അങ്ങനെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഗ്രാഫിനൊരു പേര് പറയും ഐസോബാർ. ഐസോബാർസ് ആർ ഗ്രാഫ് പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ ഗ്രാഫിന് നമ്മൾ ടെമ്പറേച്ചർ ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആ ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ പ്രത്യേക ടെമ്പറേച്ചറിൽ ഗ്യാസിൻ്റെ വോളിയം 0 ആവും. അതായത് ഇവിടെ നമ്മൾ ഒരു വെസലിനകത്തൊരു ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് ഈ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ദറ്റ് ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസിലെത്തിയപ്പോൾ ഗ്യാസിൻ്റെ വോളിയം 0 ആയി. അപ്പോൾ ആ ഗ്യാസിന് എന്ത് സംഭവിച്ചു കാണും? എന്തുകൊണ്ടാണ് ഗ്യാസിൻ്റെ വോളിയം 0 ആയത്? അതായത് ഈ ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്യാസ് ലിക്വിഡായിട്ട് അല്ലെങ്കിൽ സോളിഡായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഗ്യാസിൻ്റെ വോളിയം 0 ആയിട്ട് മാറുന്നത്. ഈ ടെമ്പറേച്ചർ ഒരു ഇമാജിനറി ടെമ്പറേച്ചറാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചറാണ്. ദാറ്റ് ഈസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത്രയും താഴ്ന്ന ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ എല്ലാ ഗ്യാസിൻ്റെയും വോളിയം 0 ആയിട്ട് മാറും എന്ന് അസ്യൂം ചെയ്യുന്ന ഈ ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ഇമാജിനറി ടെമ്പറേച്ചറിനൊരു പേര് പറയും അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് hypothetical or imaginary temperature at which every gas is assumed to occupy 0 volume. ഈ അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ സ്കെയിലിന് ഒരു പേര് പറയും. ദാറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഓർ കെൽവിൻ സ്കെയിൽ ഓർ തെർമോഡൈനമിക് സ്കെയിൽ. നമുക്ക് ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് എഴുതിക്കൊള്ളുക. ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ പസഫിക് ഓഷ്യൻ where temperature is 23.4 degrees Celsius, a balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where temperature is 26.1 degrees Celsius? ഇവിടെ പസഫിക് ഓഷ്യനിലെ ടെമ്പറേച്ചർ 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്നേരം അവിടെ വെച്ച് ആ ബലൂണിൻ്റെ വോളിയം 2 ലിറ്റർ ആണ്. ഈ ഷിപ്പ് ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്തുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ 26.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വോളിയത്തിന് എന്ത് സംഭവിക്കുമായിരിക്കും? ആ വോളിയവും ഇൻക്രീസ് ചെയ്യും. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്കൊന്ന് കടക്കാം. അതായത് 23.4 ഡിഗ്രി സെൽഷ്യസിൽ ബലൂണിൻ്റെ വോളിയം 2 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 26.1 ഡിഗ്രി സെൽഷ്യസിലെ വോളിയം കാണണം. ഇവിടെ നമുക്ക് 23.4 ഡിഗ്രി സെൽഷ്യസിന് T1 എന്ന് കൊടുക്കാം. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാനായിട്ട് 273 കൂടി ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 23.4 + 273 വിച്ച് ഈസ് ഈക്വൽ ടു 296.4 കെൽവിൻ. ഇനി ആ പ്രത്യേക ടെമ്പറേച്ചറിലെ വോളിയം നമുക്ക് V1 എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു 2 ലിറ്റർ. ടെമ്പറേച്ചർ 26.1 ഡിഗ്രി ആയിട്ട് മാറി. അതിന് നമുക്ക് T2 എന്ന് കൊടുക്കാം. ആ
ടെമ്പറേച്ചറിനെ കൂടി കെൽവിനിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ 26.1 + 273 = 299.1 കെൽവിൻ. ആ പ്രത്യേക ടെമ്പറേച്ചറിലെ വോളിയം V2 കാണണം. നമുക്ക് ചാൾസ് ലോ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് V1/T1 = V2/T2. ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ V2ൻ്റെ വാല്യൂ 2.018 ലിറ്റർ എന്ന് കിട്ടും. അത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഗ്യാസിൻ്റെ മെഷറബിൾ പ്രോപ്പർട്ടീസിനെ പറ്റിയായിരുന്നു ആദ്യം ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് മാസ് ഓർ നമ്പർ ഓഫ് മോൾസ്, വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ. 4 പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ഈ 4 പാരാമീറ്റേഴ്സിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഗ്യാസ് ലോസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. 2 ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്താവുന്നതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കൂടി തരികയാണ്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിക്കൊള്ളുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 ഡെസിമീറ്റർ ക്യൂബ് ഓഫ് എയർ അറ്റ് 1 bar to 200 ഡെസിമീറ്റർ ക്യൂബ് അറ്റ് 30 degrees Celsius? Second question, a vessel of 120 ml capacity contains a certain amount of gas at 35 degrees Celsius and 1.2 bar pressure. The gas is heated to 50 degrees Celsius at the same pressure. What would be its new volume? ഈ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. നന്ദി.